സർവകലാശാല താൽക്കാലിക വിസി മോഹനൻ കുന്നുമ്മലിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ ഇടത് വലത് വിദ്യാർത്ഥി സംഘടനകൾ. വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കാത്തവർ അമ്മയെ അറിയാത്തവരെന്ന വിസിയുടെ പരാമർശമാണ് വിവാദമായത്. പരാമർശം പിൻവലിച്ച് മാപ്പ് പറയണമെന്നാണ് ആവശ്യം. SFI ഇന്നലെ കുന്നുമ്മലിന്റെ തിരുവനന്തപുരം വസതിയിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. വിസി മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് KSUവും രംഗത്തെത്തിയിട്ടുണ്ട്. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി VV അരുൺ തന്നെയാണ് നമ്മളോടൊപ്പം ചേരുന്നത്. അരുൺ, വന്ദേമാതര വിവാദത്തിൽ അമ്മയെ അറിയാത്തവർ എന്ന രീതിക്കുള്ള ഒരു വളരെ മോശമായ പരാമർശമാണ് വിസിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇതിനെതിരെ ഇപ്പോൾ KSUവും SFIയും വിദ്യാർത്ഥി സംഘടനകളൊക്കെ രംഗത്തെത്തിയിട്ടുമുണ്ട്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇപ്പോഴുള്ള കൂടുതൽ വിവരങ്ങൾ, അരുൺ? സെറ, സ്വാതന്ത്ര്യദിനം 80ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ സംസ്ഥാനത്ത് വന്ദേമാതരം ആലപിക്കുമോ എന്ന കാര്യത്തിൽ വലിയ ചർച്ചകൾ നടന്നിരുന്നു. സംസ്ഥാന സർക്കാർ ഔദ്യോഗികമായ ഒരു പരിപാടികളിലും വന്ദേമാതരം ആലപിച്ചില്ല. വനംവകുപ്പ് ആസ്ഥാനത്ത് മാത്രമാണ് അത്തരത്തിൽ വന്ദേമാതരം പൂർണ്ണമായി ആലപിച്ചത്. അവിടെയാണ് BJPയുടെ നേതൃത്വത്തിലുള്ള തിരുവനന്തപുരം നഗരസഭയുടെ ഭരണസമിതി BJP സംസ്ഥാന ആസ്ഥാനത്തും BJPയുടെ എല്ലാ പരിപാടികളിലും പൂർണ്ണമായും വന്ദേമാതരം ആലപിച്ചത്. വൈകിട്ട് തിരുവനന്തപുരം ജില്ലാ അതിർത്തിയിൽ ഒരു പരിപാടിയിൽ RSSന്റെ പരിപാടിയിൽ പങ്കെടുക്കുമ്പോഴാണ് കേരള സർവകലാശാലയുടെ താൽക്കാലിക VC കൂടിയായ ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മലിൻ്റെ ഒരു വിവാദ പരാമർശമുണ്ടായത്. വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കാത്തവർ അമ്മയെ അറിയാത്തവരാണെന്ന പരാമർശമാണ് അദ്ദേഹം നടത്തിയത്. ഇത് വലിയ വിവാദമായി മാറി. വൈസ് ചാൻസലർ സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ഇത്തരം വില കുറഞ്ഞ പരാമർശം നടത്തുന്നത് ശരിയല്ല, മാപ്പ് പറയണമെന്ന ആവശ്യമായി SFIയും KSUവും അടക്കമുള്ള BJP വിരുദ്ധ വിദ്യാർത്ഥി സംഘടനകൾ രംഗത്തെത്തി. LDF UDF മുന്നണിയിലെ വിദ്യാർത്ഥി സംഘടനകൾ രംഗത്തെത്തി. VC മാപ്പ് പറയണമെന്നാണ് അവരുടെ ആവശ്യം. തീർത്തും തരംതാണ പരാമർശമാണ് VCയുടെ ഭാഗത്തുനിന്നുണ്ടായത്. പലപ്പോഴും VCക്കെതിരെ വരുന്ന വിമർശനങ്ങൾ RSSന്റെ ദാസ്യവേല ചെയ്യുന്നയാളാണ്. സർവകലാശാല ആസ്ഥാനത്ത് എത്തുന്നതിനേക്കാൾ അധികം മോഹനൻ കുന്നുമ്മൽ പോയിട്ടുള്ളത് BJPയുടെ നാഗ്പൂർ ഓഫീസിലും BJPയുടെ നാഗ്പൂർ കാര്യാലയത്തിലും അതുപോലെ തന്നെ BJPയുടെ മറ്റ് RSSന്റെയും ഓഫീസുകളിലും അതുപോലെ തന്നെ അവരുടെ പരിപാടികളിലുമാണ്. അതുകൊണ്ട് തന്നെ VC മാപ്പ് പറയണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. ഇന്നലെ അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് SFI മാർച്ച് നടത്തിയിരുന്നു. KSUവും VCക്ക് രംഗത്തുണ്ട്. അദ്ദേഹം മാപ്പ് പറയാൻ തയ്യാറാകുമോ എന്നാണ് സാധാരണ അദ്ദേഹത്തിൻ്റെ നിലപാട്. ഈ വിഷയ നിലപാടനുസരിച്ച് മാപ്പ് പറയാൻ ഒരു സാധ്യതയുമില്ല. ഏതായാലും വലിയ പ്രതിഷേധം, അമർഷം VCയുടെ ഈ പ്രസ്താവനയിൽ ഉയരുന്നുണ്ട്. സെറ, ശരി, VV അരുണാണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.